ഇന്നത്തെ മറ്റൊരു ചിറ്റ്ചാറ്റിൽ ടോപ്പിക്ക് എടുത്തിരിക്കുന്നത് ഗ്രീൻലാൻഡാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും നിങ്ങൾ വായിച്ചു കാണും. ഗ്ലോബലായിട്ട് പോയിട്ടുണ്ട്. അമേരിക്ക ഒരു സുപ്രഭാതത്തിൽ ഇത് കയറിയെടുക്കുമോ എടുക്കാതിരിക്കുമോ? ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഡെൻമാർക്കിനെ കൊണ്ട് ഗ്രീൻലാൻഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീൻലാൻഡിൽ പോയിട്ടുണ്ട്. അവിടെ വിസിറ്റ് ചെയ്ത് ഷിജു കാനഡയിലുള്ള മലയാളിയാണ്. അദ്ദേഹമായിട്ടാണ് ഗ്രീൻലാൻഡ് ഇഷ്യൂ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമായിട്ട് എത്രമാത്രം പ്രശ്നം ഉണ്ടാകും അതിനെപ്പറ്റി ഒരു ചിറ്റ് ചാറ്റുമായിട്ട് പോകുന്നത്. ഷിജു, നമസ്കാരം. നമസ്കാരം മാത്യു. ഈ ഗ്രീൻലാൻഡ് ഇഷ്യൂ കാരണം വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് മാറി ഗ്ലോബലായിട്ട്. ഇതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അതെ, നല്ലൊരു സബ്ജക്റ്റ് ആണ്. കാരണം പ്രത്യേകിച്ചും ഗ്രീൻലാൻഡിനെ പറ്റി നോക്കുമ്പോൾ ആദ്യമായിട്ട് ഗ്രീൻലാൻഡിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്ലോബൽ കാണുന്ന ഗ്രീൻലാൻഡ് എന്ന് പറയുന്നതിന്റെ വലിപ്പം കൊണ്ട് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗ്രീൻലാൻഡിനേക്കാൾ ഒരു 1.5 ഇരട്ടി വലിപ്പമുണ്ട് ഇന്ത്യക്ക്. ഗ്രീൻലാൻഡിനേക്കാൾ വലുതാണ് ഇന്ത്യ. കാരണം പിന്നെ മാപ്പിന്റെ പ്രസന്റേഷൻ കൊണ്ടാണ് ആ വലിപ്പം നമുക്ക് തോന്നുന്നതെങ്കിലും അതിന്റെ ജിയോഗ്രഫിക്കൽ ഭാഗം എന്ന് പറയുന്നത് കാനഡയുടെ മുകളിലായിട്ട് റഷ്യക്കടുത്ത് ആർട്ടിക് ഏരിയയിലുള്ള വളരെ തന്ത്രപ്രധാനമായിട്ടൊരു സ്ഥലമാണത്. 2ാം ലോകമഹായുദ്ധ കാലത്തൊക്കെ വളരെ പ്രാധാന്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതിനുശേഷം ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 55,000 ആൾക്കാരേ ഉള്ളൂ. 55,000 ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്മൾ ഒരു ഇൻഡിജിനസ് ബേസ് ആൾക്കാര് 2-3 ഇൻഡിജിനസ് ഗ്രൂപ്പാണ് നോർത്ത് അമേരിക്ക, പ്രത്യേകിച്ച് എക്സ്ട്രീം നോർത്ത് അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് കാനഡയിലേക്ക് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ട് ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നേഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഗ്രൂപ്പ്. 10-12 വിഭാഗങ്ങളൊക്കെ ഉണ്ട്. മൊഹാക്ക് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളുള്ളത്. പിന്നെ മേത്തീസ് എന്ന് പറഞ്ഞുണ്ട്. അതുപോലെ ഇനുയിറ്റ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ആ ഇനുയിറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടുത്തെ ഇൻഹാബിറ്റൻസ് എന്ന് പറയുന്നത്, ഈ 55,000 ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കണം, ഇവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് നോർത്തേൺ കാനഡയിൽ നിന്ന് അവരങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇനുയിറ്റ്സിന്റെ ടോട്ടൽ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഒരു 55,000 ഇനുയിറ്റ്സ് ഗ്രീൻലാൻഡിലുണ്ട്. പക്ഷെ കാനഡയിൽ 65,000 ഉണ്ട്. കൂടാതെ ഏകദേശം 20,000-ന് മേളില് USA ഭാഗത്തും അമേരിക്കയിലുമായിട്ടും ഉണ്ട്. പിന്നെ ഒരു 10,000-2,000 ഒക്കെ റഷ്യയിലുണ്ടെന്നും സൈബീരിയൻ സൈഡിലേക്ക് ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഡെൻമാർക്ക് ഈ ടെറിട്ടറിയെ, ഗ്രീൻലാൻഡിനെ അവരുടെ കോളനി ആക്കിയത് 18ാം നൂറ്റാണ്ടിൽ 1700 അവസാന ഭാഗത്തൊക്കെ ആകുന്നത്. പക്ഷെ ഇപ്പൊ ഡെൻമാർക്കിന്റെ ഒരു എത്നിക് ഒരു ഫേസ് നോക്കുകയാണെങ്കിൽ അവർ യൂറോപ്യൻസ്. അപ്പൊ ഇവർ ഇനുയിറ്റ്സ്, അവർ യൂറോപ്യൻസ്. അപ്പം തന്ത്രപ്രധാനമായിട്ട് ബേസിക്കലി കണക്ഷൻ എന്ന് പറയുന്നത് ഇതിന് അമേരിക്കയുമായിട്ടാണ്. അപ്പൊ ഞാൻ അമേരിക്കയിലോട്ട് വരുന്ന അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കാനല്ല പറയുന്നത്. എന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് അതിന്റെ ജോഗ്രഫിയും പോപ്പുലേഷനെ അറിയാമെങ്കിൽ ഒരു പ്രധാന ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമല്ലോ. പിന്നെ അമേരിക്കയുടെ ട്രംപിന്റെ ഈ ഗ്രീൻലാൻഡ് വേണം എന്ന വാദം ഈ പ്രാവശ്യം അല്ല കഴിഞ്ഞ പ്രാവശ്യവും ആദ്യത്തെ ടേമിനും കൂടി ഉന്നയിച്ചിരുന്നെങ്കിലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഇഷ്ടംപോലെ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കണമല്ലോ. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണം. അമേരിക്ക ഒരു നെഗോസിയേഷന്റെ ഭാഗത്തേക്കല്ല പറയുന്നത്, ഒരു ഡിമാൻഡായിട്ടാണ് പറയുന്നത് അമേരിക്ക വേണമെന്ന് പറയുന്നത്. അതിന് 2-3 പ്രധാന കാരണങ്ങളുണ്ട്. പിന്നെ വാലിഡ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ അമേരിക്ക വാങ്ങിക്കുമോ? അപ്പൊ പലപ്പോഴും നമ്മൾ തമാശ ആയിട്ടും പലപ്പോഴും ട്രോളും ഒക്കെ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അമേരിക്ക വാങ്ങിച്ച ഒട്ടനവധി ടെറിട്ടറി ഉണ്ട് മുൻകാലങ്ങളിൽ. അതായത് മെക്സിക്കോയുടെ വാങ്ങിച്ച 15ഓളം സ്റ്റേറ്റ്സ് ഉണ്ട്. ഫ്ലോറിഡ വാങ്ങിച്ച സ്പെയിനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അലാസ്ക USSRന്റെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഫ്രാൻസിന്റെ നിന്നും സ്പെയിനിന്റെ നിന്നും ഒക്കെ ആയിട്ട് പലപ്പോഴും ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് സ്ഥലം. അപ്പൊ അത് അമേരിക്കയെ സംബന്ധിച്ച് ചരിത്രം അറിയാവുന്ന അമേരിക്ക എന്നുള്ളത് പുതിയ അനുഭവമല്ല ഒരു സ്ഥലം വാങ്ങിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ എക്സ്റ്റേണൽ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ 10-16 ടെറിട്ടറി അമേരിക്കയുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഈ പറയുന്ന പോർട്ടറിക്കോ അല്ലെങ്കിൽ US വെർജിൻ ഐലൻഡ്സ്, ഗുവാം എന്ന് പറയുന്നത് ചൈനയെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഓസ്ട്രേലിയക്കടുത്ത് US ഐലൻഡ്സ് എന്ന് പറയുന്ന ഭാഗമൊക്കെയുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്കിതൊരു ഒരു എന്താ പറയുന്ന ഒരു വാർത്തയായിട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് അമേരിക്ക ട്രംപ് ബലം പ്രയോഗിച്ച് വാങ്ങിക്കാൻ പോവുകയാണോ എന്ന് തോന്നുന്നു. പക്ഷെ ഒരു ബലപ്രയോഗത്തിന് ആവശ്യമില്ലെന്നുള്ള സത്യം. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ടെറിട്ടറി എന്ന് പറയുന്നത് ഇവിടെ
55,000 ഇൻഹാബിറ്റൻസേ ഉള്ളെങ്കിലും അമേരിക്കയുടെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഡിഫൻസിന്റെ ബേസ് അവിടെയാണ്. അതായത് പിറ്റിഫിക് എന്ന സ്ഥലമുണ്ട്. പിറ്റിഫിക് എന്ന് പറയുന്നത് അവിടെയാണ് ഏർലി മിസൈൽ വാർണിംഗ് സിസ്റ്റം. അപ്പം റഷ്യയിൽ വരുന്നത്, അപ്പം ഇത് അമേരിക്ക മാത്രമല്ല യൂറോപ്പിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആവശ്യമാണ്. പിന്നെ EWRs എന്ന് പറയുന്ന ഏർലി വാർണിംഗ് റഡാർസ്, പിന്നെ നോർത്ത് അമേരിക്കയുടെ സ്പേസ് സേഫ്റ്റിയുടെ ഭാഗം കൊളറാഡോ ബേസിക്കലും അത് മോണിറ്റർ ചെയ്യുന്നത് ഈ ഗ്ലോബിന്റെ ഈ ഭാഗത്ത് നിന്ന്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേറൊരു വിഷയമുണ്ട്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയത്തില്ല, മിക്ക നില ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും ഉള്ളത് മിലിറ്ററി, ആർമിയും നേവിയും എയർഫോഴ്സുമാണ്. പക്ഷെ ട്രംപിന്റെ കഴിഞ്ഞ കാലത്ത് അമേരിക്കയ്ക്ക് 4ാമത് ഡിവിഷനുണ്ട്, സ്പേസ് ഫോഴ്സ്. സ്പേസ് മാനേജ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതാണ് ഏറ്റവും ശക്തമായ സാധനം എന്ന് പറയുന്നത്. അത് ഇപ്പം നമ്മൾ ഇപ്പൊ വെനിസുല കേൾക്കുന്നുണ്ട്, ഞെട്ടലോട് കേൾക്കുന്നുണ്ട്, ഒരു ആയുധം എന്താണെന്ന് പോലും അറിയത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സ്പേസ് ഫോഴ്സിന്റെ ബേസും ഈ പറയുന്ന ഗ്രീൻലാൻഡിലാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറ്റിയ ഒരു തെറ്റെന്ന് പറയുന്നത്, പിന്നെ ഡെൻമാർക്കിനെ കുറിച്ച് നോക്കണം. ഡെൻമാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയ രാജ്യമൊന്നുമല്ല. $400 ബില്യൺ മാത്രം GDP ഉള്ള ഏകദേശം 6 ലക്ഷം ആൾക്കാർ മാത്രമുള്ള രാജ്യമാണ്. അപ്പൊ ഇവിടെ യുദ്ധം ചെയ്യുമെന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം ഗ്രീൻലാൻഡിലൊക്കെ നോക്കാറിയാം 10-30 ഡെൻമാർക്ക് ആൾക്കാരെ ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പൊ ഈ ഒരു രാജ്യത്ത് ഒഫീഷ്യൽസ് ആയിട്ടുള്ള എയർപോർട്ടിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീസേഴ്സെ കാണത്തുള്ളൂ. പിന്നെ 73 ഇതൊരു ഇൻഡിപെൻഡന്റ്, അതായത് ഒരു സെൽഫ് ഗവേണിംഗ് രാജ്യമായിട്ടുണ്ട്. സെൽഫ് ഗവേണിംഗ് ഭാഗമായപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ അവർ കഴിയുമെന്നുള്ളത് കൊണ്ടും ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ ഇൻട്രസ്റ്റിന് വ്യത്യസ്തമാകും. പക്ഷെ അതിൽ പറയുമ്പോൾ വേറൊരു പ്രധാന വിഷയം നമ്മൾ നോക്കേണ്ടതുണ്ട്. അമേരിക്ക എന്താണ് ഗ്രീൻലാൻഡിനകത്തുള്ള ഒരു റോളെന്ന് പറയുന്നത്, 2ാം ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്നെങ്കിലും ഈ കോൾഡ് വാർ സമയത്ത്, ശീത യുദ്ധ സമയത്ത് ഇതൊരു റഷ്യയെ കൗണ്ടർ ചെയ്യാൻ ബേസ് ആക്കിയപ്പോഴ് 1951 എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു ഡെൻമാർക്ക്-US എഗ്രിമെന്റ് ഉണ്ട്. അതിന്റെ കണ്ടീഷൻസ് വായിച്ചാൽ വളരെ രസകരമാണ്. അതായത് അമേരിക്കയ്ക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അവിടെ മൂവ് ചെയ്യാനോ മിലിറ്ററി മൂവ് ചെയ്യാനോ അതല്ല എന്തെങ്കിലും മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെൻമാർക്കിന്റെ പെർമിഷൻ വേണ്ട, നേരിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ഡെൻമാർക്കിന്റെ ഇവിടെ ഈ ഗ്രീൻലാൻഡില് അമേരിക്കയുടെ ആർട്ടിക് ഒരു ഡിവിഷനുണ്ട്, ആർട്ടിക് കമാൻഡ് എന്നാ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ്. ഒരു സമയത്ത് 10,000-ഓളം അമേരിക്കൻ പട്ടാളക്കാരവിടെ ഉണ്ടായിരുന്നു. 55,000 ജനങ്ങളുടെ രാജ്യത്താണ് 10,000 പട്ടാളം എന്ന് ഓർക്കണം. 10, 50, 100 താഴെ മാത്രം ഡെൻമാർക്കാരുള്ളപ്പോഴ്. അപ്പം എന്തുകൊണ്ടാണ് ഇതിന് ഡെൻമാർക്കിന്റെ ക്ലെയിം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു കോളനിയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്നാണെങ്കിലും ഇതൊരു ഇൻഡിപെൻഡന്റ് രാജ്യമാകുന്ന ഒരു ശ്രമമുണ്ട്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടേക്കുള്ള ചൈനയുടെയും റഷ്യയുടെയും കണ്ണാണ് ഒരു വിഷയം. അല്ല, ഞാൻ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ട്രംപ് തന്നെ പറയുന്നുണ്ട് അവിടെ ഇഷ്ടം പോലെ ചൈനക്കാർ വരുന്നുണ്ട്. എന്താണ് ചൈന, അത് ഇഷ്ടം പോലെ ചൈന, കാരണം അവിടെയുള്ള ആൾക്കാരെക്കാളും കൂടുതലായിട്ട് ചൈനക്കാരാണ് അവിടെ വരുന്നത്. ഇതിനകത്ത് എന്ന് നമുക്ക് കൂടുതൽ ജനക്കാർ വന്ന് പറയാനൊക്കത്തില്ല. പക്ഷെങ്കില് ഇവിടെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. കാര്യം വളരെ ഫ്രോസൺ ഏരിയ ആകുമ്പോൾ ഇപ്പം ഒരു ഗ്ലോബൽ വാർമിംഗ് ഭാഗമായിട്ടുണ്ടാകുന്ന മാത്രമല്ല വളരെയേറെ തൂക്കായിട്ട് ബന്ധപ്പെട്ട് വളരെയേറെ സാധ്യതകളുണ്ട്. ഇത് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ ബേസിക് എക്കോണമി എന്ന് പറയുന്നത് ഫിഷിംഗ് മാത്രമേ ഉള്ളൂ അവിടുത്തെ ആൾക്കാരുടെ എല്ലാ തോതിലും. അതല്ല, വേറെ കാര്യമുണ്ട്. ഡെൻമാർക്ക് എല്ലാ വർഷവും അവർക്ക് പണം പേ ചെയ്യുന്നുണ്ട് അത് റൺ ചെയ്യാൻ. കാരണം അവരുടെ ഹെൽത്ത് ആണെങ്കിലും പോലീസ് ആണെങ്കിലും ഏകദേശം $1 ബില്യൺ അടുത്താണ് ഡെൻമാർക്ക് സ്പെൻഡ് ചെയ്യുന്നത്. ഏകദേശം അത് ചെയ്യുന്ന പറഞ്ഞാലും അവരുടെ ഒരു ബജറ്റിന്റെ ഏകദേശം 600 മില്യൺ എന്ന് കൂട്ടിക്കോളൂ. 1 ബില്യൺ എന്ന് പറയുന്നത് അത് അവരുടെ ഡെൻമാർക്കിന്റെ ക്രോണയിലായിരിക്കും അവർ കണക്കാക്കുന്നത്. പക്ഷെ US ഡോളർ നോക്കുകയാണെങ്കിൽ ഏകദേശം 500-600 മില്യൺ ഡോളറാണ് ഇവരുടെ അവിടേക്കുള്ള സ്പെൻഡിങ് എന്ന് പറയുന്നത്. പക്ഷെ അമേരിക്കനേക്കാൾ എത്രയോ അധികം ഡിഫൻസ് സ്പെൻഡിങ് ഉണ്ട് ആ രാജ്യത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നതും ഈ പറയുന്ന ഈ 1951 അമേരിക്കയുടെ എഗ്രിമെന്റ് അനുസരിച്ച് അമേരിക്കയുടെ ഒരു കൺട്രോൾ ഉണ്ടെങ്കിലും അതിന്റെ ഒരു സോവർണിറ്റി എന്ന് പറയുന്നത് ഡെൻമാർക്കിന്റെ കയ്യിലാണ്. അവിടെ ഈ പുതിയ 73 ശേഷം വന്ന ഈ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓട്ടോണമസ് ആയിട്ട് ഭരിക്കാം, എന്നിരുന്നാലും ഡെൻമാർക്കിന്റെ കീഴിലാണെങ്കിലും ഭരിക്കാവുന്ന ഒരു ഗവൺമെന്റ് വന്നപ്പോൾ അത് സോഷ്യലിസ്റ്റ് ഫേസ് ഉണ്ടോ എന്നൊരു ഭയം അമേരിക്കയ്ക്കുണ്ട്. നമ്മൾ
ഭാവിയിൽ വെനിൻസുല ആകാതിരിക്കാനായിട്ട്. അപ്പൊ ഇവിടുത്തെ മൈനിങ് ഫെസിലിറ്റീസിന് പലർക്കും ഇതിന് റൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു UK ബേസ്ഡ് ഒരു കമ്പനിക്ക് ഇവിടെ മൈനിങ് ഫേസ് സ്ഥലം ഉണ്ടായിരുന്നു, റൈറ്റ് ഉണ്ടായിരുന്നു. അവർ ബാങ്ക്രപ്റ്റ് ആയപ്പം അവരുടെ റൈറ്റ് വാങ്ങിച്ചത് ചൈനയെ. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ മൈനിങ് പ്ലേസസിൽ ചൈന ഒരു പാർഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് സ്ലോ ആയിട്ട് ഇതുവരെ ടേക്ക് ഓവർ ചെയ്യും എന്ന് വ്യക്തമായ ബോധ്യം അമേരിക്കയുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല ജിയോ പൊളിറ്റിക്സിനെ അമേരിക്ക നോക്കുന്നതും ഭാവിയെ നോക്കുന്നതും. അങ്ങനെ വരുമ്പോൾ അമേരിക്കയ്ക്കോ റഷ്യക്കോ ഒരു പ്രാധാന്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രശ്നം ഉണ്ടാകും. അപ്പൊ നേരത്തെ മാത്യു പറഞ്ഞത് തന്നെ എക്സാക്ട് ആയിട്ട് ഡെൻമാർക്കിനെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഒക്കത്തില്ലെന്നും അതിനുള്ള എബിലിറ്റി 26,000 പട്ടാളമേ ഉള്ളൂ ഡെൻമാർക്കിന്. അതിലാണോ ഇത് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാം? യുദ്ധത്തിന്റെ ആവശ്യം നടന്നു കയറിയിട്ട് കൊടി മാറ്റിയിട്ട് ഈ കൊടി കെട്ടിയാൽ മതി. അത് ഒന്നും ചെയ്യണ്ട. അതിനകത്ത് കാരണം അവസാനം മാർക്ക് റൂബിയോ തന്നെ പറയുന്നുണ്ട് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഇത് ഡെൻമാർക്ക് കൂടുതൽ പണം മേടിക്കാനുള്ള പരിപാടിക്കാന്ന് ചോദിക്കുന്നത്. ഡെൻമാർക്കിന് തുടക്കത്തില് ഈ പണം, എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വിഷയം, ഡെൻമാർക്കിന് തുടക്കത്തിൽ ഒരു ഇങ്ങനൊരു ധാരണ ഇല്ലായിരുന്നു. മാത്രമല്ല ട്രംപിന്റെ ഒരു നെഗോസിയേഷൻ സ്റ്റൈലൂടെ ആവാം ഇത്. പിടിച്ചെടുക്കും, ഏത് വിധേനയും പിടിച്ചെടുക്കും പറയുമ്പം ഒരു ഒത്തുതീർപ്പിനൊരു സാധ്യത ഉണ്ടാവാം. പണം തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. പലപ്പോഴും അങ്ങനെ ആ നെഗോസിയേഷന്റെ വരുന്നവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ മാനിക്കേണ്ടി വരുമല്ലോ. പക്ഷെങ്കിൽ ആദ്യത്തെ ടേമില് ഇവർ പറയുന്ന എന്തായിരുന്നു? ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ. ആര് ചോദിച്ചാലും ഇവിടെ കേൾക്കുന്നതും ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാവുന്ന സ്റ്റേജിലായി. അപ്പൊ ഈ പണം കൊടുക്കാം എന്നുള്ള ഒരു ധാരണ വരുന്നത് മിക്കപ്പോഴും ഈ ഇവരോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മീഡിയ ഒക്കെയാണ് പലപ്പോഴും എത്ര പണം കൊടുക്കും, എന്ത് കൊടുക്കും, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പണം കിട്ടുമെന്നൊരു ധാരണ അവരിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു ഉറപ്പാണ്. ഞാൻ ഉദാഹരണം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിടത്തോളം ഡെൻമാർക്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് ഇപ്പം ഈ മൈനിങ് ആണെങ്കിലും റെയർ എർത്ത് ആണെങ്കിലും ക്രൂഡ് ആണെങ്കിലും, കാരണം ശരിക്കും നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യമാണ്, ഒരു പ്രദേശമാണ്, ഒരു വലിയ ഐലൻഡാണ് ഗ്രീൻലാൻഡ്. സോറി. അപ്പം ഇതിനൊന്നും പറ്റിയ പണവും കമ്പനികളൊന്നും ഈ പറയുന്ന ഡെൻമാർക്കിന്റെ കയ്യിലില്ല. ഡെഫിനറ്റ് ആയിട്ടില്ല. ഇതൊരു റിയാലിറ്റിയാണ്. അത് റിയാലിറ്റിയാണ്. കാരണം അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അമേരിക്ക അത് ഏറ്റെടുക്കുവാണെങ്കിൽ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി ആകും. കാര്യം നമുക്ക് ജനറൽ ആയിട്ട് ഇപ്പം നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീഡിയ പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഗ്രീൻലാൻഡുകാരൻ പറയുന്നു ഞങ്ങൾക്ക് അമേരിക്കയോട് ചേരണ്ടെന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തില് ഗ്രീൻലാൻഡുകാരന് ഡെൻമാർക്കിനോട് താല്പര്യമുണ്ടോ? ആ ഭരിക്കുന്ന ഒരു മൊണാർക്കിയോട് താല്പര്യമുണ്ടോ? ഒന്നാലോചിക്കണം. ഒരു വിഷയമുണ്ട്. 1960, 1970 ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ആക്ഷൻ സൂട്ട് ഉണ്ട് ഗ്രീൻലാൻഡേഴ്സ് അമേരിക്കയ്ക്ക് ഈ ഡെൻമാർക്കിനെതിരെ. അതായത് IUD സ്കാൻഡൽ എന്ന് പറഞ്ഞതാണ്. അതായത് ഈ ഒരു ഫോഴ്സ്ഫുൾ കോൺട്രാസെപ്ഷൻ. ഇവര് ഈ ഗ്രീൻലാൻഡിലുള്ള ഒരു സ്ത്രീകളുടെ അവിടെ അനുവാദം കൂടാതെ, അവിടെ അറിവ് കൂടാതെ ഡെൻമാർക്കിലെ ഗവൺമെന്റ് ഇവിടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 12 വയസ്സ് മുതലുള്ള പെൺകുട്ടികളുടെ ഇവരെ നിക്ഷേപിച്ചു. ദാറ്റ്സ് ബേസിക്കലി ഇതൊരു ബർത്ത് കൺട്രോൾ ഡിവൈസ് ആണ്. ഇത് കാരണം ഒരുപാട് 20 വർഷം, 60-70 എന്ന് പറഞ്ഞ 2 വർഷം എന്ന് പറഞ്ഞാൽ 20 വർഷക്കാലം ഒരു ജനറേഷനെ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഞാനൊരു വ്യക്തിക്ക് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫസർ, ഒരു റിട്ടയർഡ് പ്രൊഫസർ, ഒരു സ്ത്രീ, ഓൾറിക്കാന്നാ പേര്, പുള്ളിക്കാരി എന്നോട് പറയുന്നു, അതായത് ഞാൻ സമയത്ത് എന്റെ അമ്മ ഡെൻമാർക്കിൽ പഠിക്കുമായിരുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് വളരെ വികാരനിർഭരമായിട്ടാണ് പറയുന്നത്. ഒരു തലമുറ, 20 വർഷം, ഒരു തലമുറയെ മുഴുവൻ ഡെൻമാർക്ക് ഒഴിവാക്കി. അതിനെക്കുറിച്ച് ഇന്ന് ഗ്രീൻലാൻഡിന്റെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന്റെ പ്രധാന പൊളിറ്റീഷ്യൻസ് ഒക്കെ പറയുന്നത് ഒരു ജനസൈഡ് ആയിരുന്നു. അതിനെതിരെയുള്ള കേസ് ഈ കഴിഞ്ഞ എനിക്കൊന്ന് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ അത് സെറ്റിൽ ആകാനായിട്ട് ഒരു സെറ്റിൽമെന്റ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ഈ മാസങ്ങളിലേക്ക് ഉണ്ടാകും. അവർ ചോദിക്കുന്നത് ഏകദേശം 1 മില്യൺ ക്രോണ, ഒരു സംതിങ് ആണ് $45,000 കണ്ടതൊരു തുകയാണ് കോമ്പൻസേഷൻ ചോദിക്കുന്നത്. 4,500 സ്ത്രീകളാണ് ഇതുമായിട്ട് അഫക്റ്റ് ആയിട്ടുള്ളത്. 55,000 പോപ്പുലേഷൻ ഉള്ളതിനകത്ത് 4,500 സ്ത്രീകൾ എന്ന് പറയുന്നത്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ആരായത്തെ മുഴുവൻ പ്രൊഡക്റ്റീവ് പോപ്പുലേഷൻ ആയിരിക്കും. ഇപ്പൊ 20 വർഷം കൊണ്ട് തലമുറ ഒരു ജനതയെ മുഴുവൻ ഒഴിവാക്കാൻ പറ്റും. അതിന്റെ വാശിയും വൈരാഗ്യമൊക്കെയുള്ള മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നു. അതേപോലെ വേറെ സംഭവമുണ്ട്, ഒരു കൊമേഴ്ഷ്യൽ റൂട്ടിന്റെ കാര്യം. അതായത് ആർട്ടിക് ആ ഭാഗത്ത് ക്ലൈമറ്റ് വെതർ ചേഞ്ച് കൊണ്ട്
അത് പെട്ടെന്നുള്ള ഷിപ്മെൻറ്റ് ഷോർട്ട് കട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഗ്രീൻലാൻഡ് കിട്ടുവാണെങ്കിൽ അമേരിക്കയ്ക്ക് റഷ്യൻ വെസൽസിനെയും ചൈനീസ് വെസൽസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലെന്തുവാണ് യാഥാർത്ഥ്യം? എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തുവാണ്. അത് 100% ശരിയാണ്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഈസ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭൂപടം നോക്കിയാൽ നമുക്ക് അറിയാവില്ല. യൂറോപ്പിൽ നിന്ന് വരികയാണെങ്കിൽ ഈ നോർത്ത് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്ക ചുറ്റി വരണം. അറ്റ്ലാന്റിക് പസഫിക് ഭാഗത്ത് ഡ്രേക്ക് പാസ് എന്ന സ്ഥലമുണ്ട്. 2 വാട്ടർ ലെവലാണ്, ഭയങ്കര ടഫാണ്. അപ്പൊ ആ യാത്ര വളരെ ദുഷ്കരവും വളരെ ദൂരം കൂടിയതും ആയതുകൊണ്ടാണ് ഈ പനാമ കനാൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. പനാമ കനാൽ എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ പനാമ എന്ന രാജ്യത്ത് ഒരു മാനുവൽഡ് കനാലാണ്, ഒരു പാസേജ് ആണ്. അപ്പോൾ ഇത് ഒറിജിനലി തുടങ്ങിയത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് ആരംഭിച്ചെങ്കിലും മോസ്കിറ്റോ കാരണം, ലാൻഡ് സ്ലൈഡ് കാരണം ഈ ഒക്കെ ആയിട്ട് ഇത് പരാജയപ്പെട്ടു നിർത്തിവെച്ചത്. പിന്നെ അമേരിക്ക ആരംഭിച്ചാണ്. ഇങ്ങനെ $700 മില്യൺ കൊടുത്ത് ഫ്രാൻസിന്റെ റൈറ്റ് വാങ്ങിച്ചാണ് അമേരിക്ക പനാമ കനാൽ ആരംഭിക്കുന്നത്. ഈ പനാമ കനാലിന്റെ കൺട്രോൾ അമേരിക്കൻ മിലിറ്ററി അവരുടെ കൺട്രോളിലായിരുന്നു. ഇതെങ്കിലും ഈ ജിമ്മി കാർട്ടറിന്റെ കാലത്ത്, പക്ഷേ അമേരിക്കയിലെ ഏറ്റവും ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള പ്രസിഡന്റ് ആയിരുന്നു ജിമ്മി കാർട്ടർ. അപ്പൊ ജിമ്മി കാർട്ടറിന്റെ കാലത്താണ് ഇത് അമേരിക്കയുടെ പോകുന്നത്. കാരണം ഒരു പരിധി വരെ അവര് ബലം പ്രയോഗിച്ച് വാങ്ങിച്ചാണ്, വെറുതെ കൊടുക്കായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ട്രംപ് വന്നപ്പോൾ അടുത്ത വിഷയം ഓർക്കണം. ആദ്യം ക്ലെയിം ചെയ്തത് എന്താണ്? ഞങ്ങൾ പനാമ കനാൽ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കരുതും ഇവളെന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ഒരു രീതിയിലാണ് രാജ്യം ഭരിക്കുന്നതെന്ന് കരുതുന്നെങ്കിലും ഫാക്ട് എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ഈ അമേരിക്കൻ ക്രൂസ് ഷിപ്പ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തിരുന്നു. കാരണം പനാമ കനാലിന്റെ ഓപ്പറേഷന്റെ റൈറ്റ് ചൈനീസ് കമ്പനിക്ക് കൊടുത്തു. അപ്പൊ ചൈന കമ്പനികള് ഇവരെ കടന്നു പോകാൻ അനുവദിക്കുന്നില്ല. കൂടാതെ അവരുടെ വൻപിച്ച ടോളും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അമേരിക്കയിൽ ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ സീ വെസൽസ്, നേവി വെസൽസിന്റെ മൂവ്മെന്റ് ആരെങ്കിലും മോണിറ്റർ ചെയ്യുകയാണ്. അപ്പൊ തിരിച്ചെടുക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കും, പട്ടാളത്തെ അയക്കും എന്നുള്ള പ്രയോഗമാണ് നെഗോഷിയേഷനിലേക്ക് വന്നതും ചൈനയെ അവിടുന്ന് പുറത്താക്കിയതും. അപ്പൊ ചൈന ടെക്നിക്കലി ഈ വർഷം മിഡ് ഓഫ് ദിസ് ഇയർ ഒരു മുഴുവനായിട്ട് പുറത്താകും. അമേരിക്കൻ കമ്പനി ബ്ലാക്ക് സ്റ്റോൺ കമ്പനി അത് ഏറ്റെടുക്കുകയും ചെയ്തു. അതെ, ബ്ലാക്ക് സ്റ്റോൺ ഇൻവെസ്റ്റ്മെന്റ് അവർ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നെങ്കിലും അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കാനാണ് ശ്രമം. പക്ഷെ എന്നാലോചിച്ച് നോക്കൂ, ഈ പറയുന്ന പനാമ കനാലിനെ തടയുവോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈസി ആയിട്ട് ഈ ലാൻഡ് മാസ് ക്രോസ് ചെയ്ത് പോകാനൊക്കത്തില്ല. പകരം ഇപ്പൊ ഉണ്ടാകുന്ന ഒരു ഗ്ലോബൽ വാർമിംഗിന്റെ ഭാഗമായിട്ട് മഞ്ഞുരുകുന്നത് വഴി ഈ നോർത്തേൺ സൈഡിൽ നോർത്തേൺ സീ റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ റഷ്യക്കും കാനഡയ്ക്കും ഈ പറയുന്ന ഗ്രീൻലാൻഡിനും ഇടയിൽ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ സീ റൂട്ടാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന്റെ നിയന്ത്രണമാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഞാൻ ഒരു കാര്യം പറയാം മാത്യു, 100% അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അതൊരു സ്റ്റേറ്റ് ആയിട്ട് മാറുക സംശയമുണ്ട്. കാര്യം 185,000 മാത്രം ജനങ്ങളുടെ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റ് ആവുന്നു. പക്ഷെ അമേരിക്ക അതിന് പല ടെറിട്ടറീസ് ഉണ്ട്. ഈ പറയുന്ന പോർട്ടോറിക്കോ അല്ലെങ്കിൽ US വെർജിൻ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ പല ടെറിട്ടറി പോലെ ഇത് ടെറിട്ടറി ആയിട്ട് ആ ഗ്രീൻലാൻഡേഴ്സിന് ഇപ്പൊ നേരെ പറഞ്ഞ ഗ്രീൻലാൻഡേഴ്സ് റെഫറൻഡം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അപ്പൊ റെഫറൻഡം കൊണ്ടുവന്നാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നമ്മൾ നോക്കിയാൽ ഇപ്പം മീഡിയ വായിച്ചാൽ ഗ്രീൻലാൻഡേഴ്സ് അംഗീകരിക്കത്തില്ല, US ചേരാണെന്നാണ്. ഞാൻ പറയുന്നത് 90% ആൾക്കാർ പക്ഷെ അംഗീകരിക്കും. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഈ ട്രംപിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ ഒരു വാർത്ത കണ്ടു. അതായത് വിൽ പേ മണി ടു ദം. $1,00,000 ഒരു വ്യക്തിക്ക് കൊടുത്താൽ ഏകദേശം $6 ബില്യൺ ആവശ്യമാണ്. $5.5 ബില്യൺ കൊടുത്താൽ മതി. ഇവരോട് പറയുക ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $5 ബില്യൺ ഡെൻമാർക്കിന് അനുവാദം കൂടാതെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഐ തിങ്ക് ഒരു ഈ നേറ്റോ ഫോഴ്സിനകത്ത് പെട്ടതായതുകൊണ്ട് ഈ ആഴ്ച മാർക്കോ റൂബിയോ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥിതിക്ക് മിക്കവാറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എത്തും. ഇത് അമേരിക്കയുടെ കയ്യിൽ വന്ന റഷ്യക്ക് അത് സ്ട്രാറ്റജിക്കലി വലിയ അടിയാണ്. റഷ്യക്ക് മാത്രമല്ല, റഷ്യക്കും ചൈനയ്ക്കും ഈ പറയുന്ന അമേരിക്കയുമായിട്ട് യോജിക്കാത്ത, നമ്മളിപ്പോ പല പ്രാവശ്യം പല വീഡിയോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ പറയുന്ന അമേരിക്കയ്ക്ക് സൂപ്രമസി, ഈ വരുന്ന ഒരു യൂണിപോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു ഡോമിനൻസ് എന്ന് പറയുന്ന ആ ഡോമിനൻസ് അതിശക്തമായിട്ട് ഈ സ്ട്രക്ചറൽ ഡോമിനൻസ് ഉണ്ടാക്കുകയാണ്. ഒന്ന് അടുത്ത വെരി ഗുഡ് വീഡിയോ അബൌട്ട് ദാറ്റ് ഓയിൽ കൺട്രോൾ. അപ്പൊ അതിനകത്ത് വരുന്നതിനകത്ത് ഇപ്പൊ US പ്രൊഡക്ഷൻ ഉണ്ട്, കാനഡയുടെ പ്രൊഡക്ഷൻ ഉണ്ട്, ഈ പറയുന്ന വെനിസ്വേലയുടെ പ്രൊഡക്ഷൻ വരുന്നു, ഇറാന്റെ ഇറാഖിന്റെയും പ്രൊഡക്ഷൻ ഇവിടെ കിട്ടുന്നു. മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങൾ അവിടെ കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ എനർജി മുഴുവൻ അമേരിക്കയുടേതായി. കാരണം കംപ്ലീറ്റ് ആണ് നമ്മുടെ കയ്യിലേക്ക് പോവുക. അപ്പൊ ചൈന എന്താണ് ത്രട്ടൻ ചെയ്യാൻ ശ്രമിച്ചത്?
റേറസ് തരത്തില്ല, അതായത് ബാറ്ററിയുടെ കോമ്പണൻസ് തരത്തില്ല, അത് സ്റ്റോർ ചെയ്യാനൊക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ വിളക്ക് എത്തിക്കുന്ന ആണല്ലോ. ഇത് ആ ഗെയിം ആരും ഓർക്കാത്തൊരു ഗെയിമാണ് അമേരിക്ക കളിച്ചത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവര് പല രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും പറയുന്നു അവർക്ക് കൊടുക്കുന്ന റയർ എർത്ത് മെറ്റൽസ്, അതായത് സ്ട്രോങ് മാഗ്നറ്റ് അമേരിക്കയ്ക്ക് കൊടുക്കരുത്, കാരണം ഇത് റീ എക്സ്പോർട്ട് ചെയ്യാമല്ലോ. അന്ന് മുതൽ അമേരിക്ക ഇവരെ നോക്കി, അതിൻ്റെ പേരിൽ കയറി പിടിച്ചാണ് വെനസ്വേല. അതാ എൻ്റെ ഒരു നോട്ടമാണ്. അന്നേ അവൻ ചെയ്ത്. ഒരു പക്ഷേ വെനസ്വേലയിലേക്ക് വരുന്നതിന്റെ പിമ്പിലുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ ട്രംപിന്റെ ശേഷിക്കുന്ന 3 വർഷം കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ ചൈനയെ ഒതുക്കുമെന്ന് മാത്രമല്ല, നമ്മൾ പലപ്പോഴും ഈ ഒരു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കാരനോ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ചൈന വലിയ രാജ്യമല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വരുമ്പോഴത്തേക്ക് ആൾക്കാർ ചൈന മഹത്തായ സംഭവമല്ലേ. ചൈന ഫണ്ടമെന്റൽസ് ഇല്ലാത്ത ഡെവലപ്മെന്റ് ആണ്. ചൈന 3 വർഷം കൊണ്ട് തകരുമെന്നോ, ഒരു പക്ഷേ ഈ പറയുന്ന ഷീ ജിൻപിങ് ജയിലിൽ പോകുമെന്നോ, അറസ്റ്റ് ചെയ്യപ്പെടുമെന്നോ, ആത്മഹത്യ ചെയ്യുമെന്നോ, രാജ്യം വിടുമെന്നോ ഒക്കെ പറഞ്ഞാൽ ഞെട്ടലുണ്ടാവും, കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. കാരണം അമേരിക്ക ഉറപ്പായിട്ടും അവരുടെ മുഴുവൻ ഗണ്ണുകളും ചൈനയ്ക്കെതിരെ തിരിക്കുമെന്ന് മാത്രമല്ല, ചൈന സമീപ ഭാവിയിൽ ഒരിക്കലും അമേരിക്ക ഒരു ത്രെട്ടാകാത്ത വിധം മാറ്റിയിട്ട് ഈ 3 വർഷം കഴിഞ്ഞിട്ട് ട്രംപിന്റെ ഒഴിയെത്തും. എൻ്റെ ഒരു ധാരണയാണ്. കാരണം ഏതൊക്കെ രീതിയിലാണ് പ്രഷറൈസ് ചെയ്യുന്നത് റീസെൻ്റ്ലി എന്നുള്ളത് അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എങ്ങനെയാണ് ഫിലിപ്പൈൻസ് ആണെങ്കിലും തായ്വാൻ ആണെങ്കിലും അവിടെയുള്ള ചൈനയ്ക്ക് ചുറ്റുമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം, ഇഷ്ടം പോലെ സംഭവം. അതിലേക്കാണ് നീങ്ങുന്നത്. തൈവാൻ ഇപ്പൊ ചൈന നേരിട്ട് അപ്പം ഈ ചൈന ഇതിലേക്ക് എൻഗേജ് ചെയ്യുമ്പോൾ, അമേരിക്ക ചൈനയെ ഫോക്കസ് ചെയ്യുമ്പോൾ, അമേരിക്കൻ വെസ്റ്റേൺ വെസ്റ്റേൺ ടെറിട്ടറിയിൽ അമേരിക്കയുടെ ഭാഗത്ത് ഇന്റേണലി പ്രോബ്ലം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ എതിർക്കുന്ന രാജ്യങ്ങള് ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വെനസ്വേല ക്ലിയർ ചെയ്യും, കൊളംബിയ ക്ലിയർ ചെയ്യും. ഇപ്പൊ ക്യൂബയോട് പറഞ്ഞേക്കാണ് നാളെ ഈ ആഴ്ച വന്ന് ഒപ്പിടാൻ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള സംഭാവന. കാര്യം വെനസ്വേലയാണ് അവർക്ക് ഫണ്ടും ഓയിലും കൊടുത്തോണ്ടിരുന്നത്, അത് കിട്ടത്തില്ല എന്നാണ്. അപ്പം ക്യൂബയുടെ വേരകത്തു. അത് കഴിഞ്ഞ് ഈ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞാൽ ചൈന നേരിട്ട് എൻഗേജ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അമേരിക്ക മിക്കവാറും തായ്വാനെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ശ്രമിക്കും. അപ്പൊ ചൈനയ്ക്ക് എൻഗേജ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ജപ്പാനെതിരെയൊക്കെ അവർ തിരിയാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം ഈ ഒരു പൊളിറ്റിനകത്ത് ഡിഫൻസ്, ഇപ്പം നമ്മൾ കരുതുന്നു പുറത്ത് പോയി ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരെണ്ണം തുടങ്ങുന്ന പറയുമ്പം അമേരിക്കയ്ക്ക് 800-850 ഇടയ്ക്ക് ഓവർസീസ് മിലിറ്ററി ബേസ് ഉണ്ട്. 16ഓളം വിദേശ രാജ്യങ്ങളോട് സ്വന്തമായിട്ടുണ്ട്, അതായത് ടെറിട്ടറീസ് അവർ സ്വന്തമായിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഗ്രീൻലാൻഡ് ഏരിയ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള ഭാഗത്തുണ്ട്. അപ്പൊ ഇത് കൊച്ചു സംഭവം. നമ്മൾ പിന്നെ വെറുതെ ട്രംപിനെ പേടിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പിന്നെ പറയാം, ബോധമില്ലാത്തവന്മാര് പറയുന്നത്. അതുകൊണ്ട് നമ്മളത് കരുതുകയാണ്, നമ്മളെന്തോ മഹാനാണെന്നും കരുതുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഇന്ത്യക്ക് നമ്മളിപ്പോ ഇതുമായിട്ട് ഇന്ത്യയെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ത്യക്ക് എന്നുമുള്ളത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്ത്യക്ക് ഈ ഗ്ലോബൽ പൊളിറ്റിക്സിനകത്ത്, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിനകത്ത് 2ാം രാജ്യമായിട്ട് ഉയർന്നു വരാണ്ട് അതിന് സാധ്യത. അത് ഒരു ഓഫർ പോലും ഇത് നമ്മുടെ ഈ JD വാൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അത് നമ്മൾ മനസ്സിലാക്കാനൊക്കാതെ പോയതോ, അതല്ലെങ്കിൽ നമ്മുടെ ഈഗോയോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കാരണം നമുക്ക് ചാൻസ് നഷ്ടപ്പെട്ടെന്ന് മാത്രമല്ല, ഇനി ഉണ്ടാകാൻ പോകുന്ന ചൈനയ്ക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന ഇതിനകത്ത് എല്ലാ രാജ്യങ്ങളും ചേരുമ്പോഴും ഇന്ത്യ വളരെ ഇൻസിഗ്നിഫിക്കന്റ്, അൺഇമ്പോർട്ടന്റ് ആയി മാറുകയാണ് ചെയ്തത്. ഇന്ത്യയെക്കാളും വലിയ പ്രാധാന്യം പാകിസ്ഥാൻ ഉണ്ടാകും. അതാണ് സംഭവിക്കാൻ പോവുക. അല്ലെങ്കിൽ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഈ ബംഗ്ലാദേശ് പോലും ഇന്ത്യക്കെതിരെ ടാരിഫ് ഏർപ്പെടുത്തി, ഒനിയൻ. അത് ഇന്ത്യയിലെ ഒനിയൻ കർഷകരെ ബാധിക്കും, നാസിക്കിൽ അത് ബാധിക്കും. പെട്ടെന്ന് പ്രൈസ് ക്രാഷ് ചെയ്തു. കോട്ടൺ അതായത് ഇന്ത്യൻ കോട്ടൺ ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത്. അമേരിക്കയായിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്തവർ അമേരിക്കൻ കോട്ടൺ അവർ മേടിക്കാൻ തയ്യാറായി, ചീപ്പായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് കാണുന്നില്ല ഈ നമ്മുടെ മണ്ടന്മാരെ. ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? പാകിസ്ഥാൻ്റെ നിന്നും അവരുണ്ടാക്കിയ J-70 എന്നും പറഞ്ഞ് ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങുക അവർ. 40-50 വർഷമായിട്ട് നമ്മൾ സ്വതന്ത്രമാക്കിയ രാജ്യമാണെന്ന് അഭിമാനിച്ചുകൊണ്ടിരുന്നതാണ്. അതെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈസ്റ്റ് പാകിസ്ഥാനാണ്. അല്ല, നമ്മളതിൻ്റെ ആ വെർട്ടിക്കലൊന്നും എടുത്ത് നോക്കി എത്ര രീതിയിലാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുവാണ് എല്ലാത്തിലും.
നമ്മൾ ഇവിടുന്ന് രാജ്നാഥ് സിംഗ് പോകുന്നു, ഇവിടുന്ന് ഇന്ത്യൻ അംബാസഡർ പുതിയ ടാരിഖ് അഹമ്മദിനെ കാണാൻ പോകുന്നു. ഇതൊക്കെ ചെയ്യുന്നു, അവർ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യൻ ഡിപ്ലോമസി എവിടെയാണ് ഈ പരാജയപ്പെട്ടതെന്ന്. എനിവേ ഇത് ചിലപ്പം ഇന്ത്യക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ലേറ്റർ സ്റ്റേജിൽ പിടികിട്ടുമായിരിക്കും. ഏതായാലും എനിക്ക് തോന്നുന്നു ഗ്രീൻലാൻഡ് അമേരിക്ക പിടിച്ചെടുക്കുന്നു തന്നെ തോന്നുന്നു. ഈ 2026 തന്നെ അവരുടെ കഷ്ടം. അധികം താമസിയാതെ തന്നെ അതുണ്ടാകും. കാരണം ഡെൻമാർക്കിന് അതിനെ പിടിച്ചു വെക്കാൻ ഒക്കത്തില്ലെന്ന് മാത്രമല്ല, ഡെൻമാർക്കിന് അതിനോട് എതിർത്ത് നിൽക്കാനും പറ്റുന്ന ഒരു സാഹചര്യം. യൂറോപ്യൻ യൂണിയൻ ഒക്കെ ഒരു പരിധി വരെ ഈ പറയുന്ന അവരുടെ ഒരു യൂണിറ്റി കാണിക്കാൻ വേണ്ടി, പക്ഷെ ഇന്റേണലി ഒരു യൂണിറ്റി അങ്ങനെ ഇല്ല യൂറോപ്യൻ യൂണിയനകത്ത്. ഇപ്പൊ ഈ പറയുന്ന ഈ സിറ്റുവേഷനകത്ത് അമേരിക്കയെതിരെ യൂറോപ്യൻ യൂണിയൻ തിരിയാനോ അല്ലെ ഡെൻമാർക്കിന് വേണ്ടി ഇവർ നിലകൊള്ളാനോ പോയി കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയനകത്ത് പല രാജ്യങ്ങളും അമേരിക്കയോട് യോജിക്കുന്നത് മാത്രമല്ല, നേറ്റോ ഫോഴ്സിൽ നിന്ന് ഒരു സിമ്പിൾ ചോദ്യം, നേറ്റോ ഫോഴ്സിൽ നിന്ന് അമേരിക്ക പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നേറ്റോ എന്തുണ്ട്? നേറ്റോ ഇല്ല. ട്രംപിന്റെ സ്വന്തം ഭാഷ പറയുന്നത് അമേരിക്ക ഇല്ലാത്ത നേറ്റോയെ റഷ്യയും ചൈനയും പേടിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതാണ് കറക്റ്റ്, അതാണ് റിയാലിറ്റി. എനിവേ താങ്ക് യു വെരി മച്ച് ഷിജു. അടുത്തൊരു ചിറ്റ് ചാറ്റുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.